റവന്യൂ സർവീസിലെ പ്രധാന ആശങ്കകളും അത് മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഹാരങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ സെഷൻ ഇന്ത്യൻ റവന്യൂ സർവീസ് മേജർ കൺസേൺസ് ആൻഡ് റിഫോംസ്. ഏതൊരു സർവീസിനെയും പോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസിലെയും പ്രധാന ആശങ്കയാണ് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്നത്. CBIയുടെ മോസ്റ്റ് കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ലിസ്റ്റിൽ പലപ്പോഴായി IRS ഓഫീസേഴ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മെയ് 2009 മുതൽ മെയ് 2010 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നിയമിക്കപ്പെട്ടിട്ടുള്ള 102ഓളം IRS ഓഫീസേഴ്സിനെതിരെ CBI ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2015 ആയപ്പോഴേക്കും 108ഓളം IRS ഓഫീസേഴ്സ് അഴിമതി ആരോപിക്കപ്പെട്ട് CBIയുടെ അന്വേഷണത്തിനണ്ടറിലായിരുന്നു. 2016 സാമ്പത്തിക മന്ത്രാലയം 72 IRS ഓഫീസേഴ്സിനെ ഡിസ്മിസ് ചെയ്യുകയും വേറെ 33 IRS ഓഫീസേഴ്സ് പ്രിമച്വർലി റിട്ടയർ ആവുകയും ചെയ്തു. ആൻഡ് ദ ആക്ഷൻ വാസ് ബേസ്ഡ് ഓൺ ദ നോൺ പെർഫോമൻസ് ആൻഡ് ഡിസിപ്ലിനറി ഗ്രൗണ്ട്സ്. 2019 ഇതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് 12 ഇൻകം ടാക്സ് IRS ഓഫീസേഴ്സിനെയും 15 കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് IRS ഓഫീസേഴ്സിനെയും ഡിസ്മിസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ കറപ്ഷൻ ആൻഡ് ബ്രിബറി ചാർജസ്. ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള മറ്റൊരു ആശങ്കയാണ് മർഡർ ഓഫ് മെനി കേസസ് എന്ന് പറയുന്നത്. കൃത്യനിർവഹണം നടത്തുന്ന പല ഓഫീസേഴ്സിനെയും ഭയപ്പെടുത്താൻ വേണ്ടി അവരെ സസ്പെൻഡ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും അറ്റാക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസിൻ്റെ കേസിലും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല പലപ്പോഴായിട്ട് IRS ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇന്ത്യൻ റവന്യൂ സർവീസിൽ വന്നിട്ടുള്ള പ്രധാന റിഫോംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റുകളിലുള്ള അഴിമതി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ടാക്സ് പേയേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് കൃത്യമായ റെസ്പോൺസ് നൽകാനും നമ്മുടെ സിസ്റ്റത്തെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും കൂടിയാണ് ഇത്തരത്തിൽ റിഫോംസ്. ടെക്നോളജിയുടെ ഉപയോഗം അധികമാക്കിയത് വഴി ഒരു പരിധിവരെ അധികാര ദുർവിനിയോഗം തടയാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സ് കളക്ട് ചെയ്യുന്ന എക്സസീവ് ടാക്സ് റീഫണ്ട് ചെയ്യുന്നതിലുള്ള ഡിലേ കുറക്കാനും പ്രോസസ് എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടി 2007 തുടങ്ങിയ പദ്ധതിയാണ് റീഫണ്ട് ബാങ്കർ സ്കീം എന്ന് പറയുന്നത്. ടാക്സുകളുടെ ഫയലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ വളരെ എഫക്റ്റീവായി ഇംപ്ലിമെൻറ്റ് ചെയ്തതും കറപ്ഷൻ്റെ സ്കോപ്പ് ഒരു പരിധിവരെ കുറക്കാനും നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടാക്സ് റിട്ടേൺസ് പ്രോസസ് ചെയ്യുന്നതിലുള്ള അനാവശ്യ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി 2010 ബാംഗ്ലൂരിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയതാണ് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്റർ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്. പൊതുജനങ്ങളുടെ ടാക്സ് റിലേറ്റഡ് ഗ്രീവൻസ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് 2006 ഇൻകം ടാക്സ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 12 സിറ്റികളിലാണ് ഈ ഒരു പോസ്റ്റ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ടാക്സ് പേയർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സേവോട്ടം സ്കീം എന്ന് പറയുന്നത്. ഈ പദ്ധതി എഫിഷ്യൻ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സിറ്റിസൺ ചാർട്ട്, ഐക്കർ സേവാ കേന്ദ്ര തുടങ്ങിയിട്ടുള്ള ഇനീഷ്യേറ്റീവും നമ്മുടെ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. ടാക്സ് പേയേഴ്സിനെ സഹായിക്കാൻ വേണ്ടി നാഷണൽ ലെവലിൽ ഒരു കോൾ സെൻറ്ററും റീജിയണൽ ലെവലിൽ 4 കോൾ സെൻറ്റേഴ്സും തുടങ്ങിയ ഇനീഷ്യേറ്റീവാണ് ഐക്കർ സമ്പർക്ക് കേന്ദ്ര എന്ന് പറയുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ പ്രധാന ആശങ്കകളും അവ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ സർവീസിനെ, നമ്മുടെ സിസ്റ്റത്തിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണങ്ങളുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്ത സെഷനിൽ ഇന്ത്യൻ റവന്യൂ സർവീസിൻ്റെ മറ്റൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ.